നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 627th day. Today 19th sloka of Pradhamaskandam 4th chapter. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 627 ദിവസം. ഇന്ന് പ്രഥമസ്കന്ധത്തിലെ 4ാമത്തെ അധ്യായത്തിലെ 19ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി, മോക്ഷേഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 4ാമത്തെ അധ്യായത്തിലെ 19ാമത്തെ ശ്ലോകം. ഓം ചാതുർഹോത്രം കർമ്മശുദ്ധം ജനാനാം വീക്ഷ്യ വൈദികം വിദധാദ്യജ്ഞസന്ധത്യേ വേദമേകം ചതുർവിധം. ചാതുർഹോത്രം കർമ്മശുദ്ധം ജനാനാം വീക്ഷ്യ വൈദികം വിദധ്യാദ്യജ്ഞസന്ധത്യേ വേദമേകം ചതുർവിധം. ഓം തത്സത്. ചാതുർഹോത്രം, അതായത് 4 പേരാൽ നിവർത്തിക്കപ്പെടേണ്ടതായ കർമ്മം ശുദ്ധം, ജനങ്ങളെ ശുദ്ധീകരിക്കുമെന്ന് കണ്ടത് ശുദ്ധീകരമെന്ന്. വീക്ഷ്യ, ജനങ്ങളെ വീക്ഷ്യ കണ്ടിട്ട്, വൈദികമായിരിക്കുന്ന ആ അറിവിനെ, വൈദികത്തിൻ്റെ മായിട്ടുള്ള ആ വ്യദധാത് എന്ന് പറഞ്ഞാൽ വിഭജിച്ചു. സന്തത്യേ, യജ്ഞസന്ധത്യേ, അതായത് യാഗത്തിൻ്റെ സന്തത സ്ഥിതിക്കായിക്കൊണ്ട്. വ്യദധാത് യജ്ഞസന്ധത്യേ, അങ്ങനെയാണ് അത് പിരിച്ചു വായിക്കേണ്ടത്. വ്യദധാത് എന്ന് പറഞ്ഞാൽ വിഭജിച്ചു. യജ്ഞസന്ധത്യേ, യാഗത്തിൻ്റെ സന്തത സ്ഥിതിക്കായി, അതായത് യാഗത്തെ ശരിയായിട്ട് പാലിക്കാൻ വേണ്ടിയിട്ട്. ചതുർവിധം, 4 വിധമായിട്ട് വിഭജിച്ചു. അതായത് ജനങ്ങളുടെ നന്മയ്ക്കായിക്കൊണ്ട് വേദത്തിൽ പറഞ്ഞിരിക്കുന്ന 4 ചാതുർഹോത്രം, 4 പേരാൽ നിവർത്തിക്കപ്പെടേണ്ടതായ ആ കർമ്മം ജനങ്ങളെ ശുദ്ധീകരിക്കുമെന്ന് കണ്ടിട്ട് 4 പേരാൽ നിവർത്തിക്കപ്പെടേണ്ടത് ഒന്നായിട്ട് പാരായണം ചെയ്യുമ്പോൾ വളരെ സാധാരണ ജനങ്ങൾക്ക് വളരെ വിപുലമായിരിക്കും. അതുകൊണ്ട് തന്നെ ആ 4 പേരെ കൊണ്ട് നിവർത്തിക്കപ്പെടേണ്ടതായിട്ടുള്ള ആ ഏകമായിട്ടുള്ള വേദത്തെ, ഒന്നായിരിക്കുന്ന വേദത്തെ അദ്ദേഹം 4 വിധമായിട്ട് വിഭജിച്ചു. അതുകൊണ്ടാണ് വ്യാസൻ എന്ന് പേര് വന്നത്. കൃഷ്ണദ്വൈപായനൻ എന്നുള്ള അദ്ദേഹത്തിൻ്റെ പേര് വ്യാസൻ എന്ന് മാറാൻ ഇങ്ങനെ വേദത്തെ വ്യസിച്ചതുകൊണ്ടാണ് എന്ന് പറയപ്പെടുന്നു. അതായത് ബ്രഹ്മാവ്, ഹോതാവ്, അധ്വർയ, അഗ്നീന്ദ്രൻ എന്നു പേരുള്ള 4 പേർ ഋത്തിക്കുകൾ നടത്തേണ്ടതാണ് ചാതുർഹോത്രം എന്നു പേരുള്ള ഈ വേദോക്തമായ കർമ്മം. അത് ജനങ്ങളെ പരിശുദ്ധമാക്കി തീർക്കും എന്ന് ജ്ഞാനദൃഷ്ടി കൊണ്ട്. എങ്ങനെ ഇപ്പോൾ ജനങ്ങൾക്ക് വരാൻ പോകുന്ന കാലത്തുള്ള ജനങ്ങൾക്ക് പല വിധത്തിലുള്ള ദോഷങ്ങളും അദ്ദേഹം ജ്ഞാനദൃഷ്ടി, ആയുസ് കുറവായിരിക്കും, ബുദ്ധി കുറവായിരിക്കും, ബലം കുറവായിരിക്കും എന്നൊക്കെ കഴിഞ്ഞ ശ്ലോകത്തിൽ അദ്ദേഹം ധ്യാനത്തിൽ കണ്ടു എന്ന് പറഞ്ഞു. അങ്ങനെ കണ്ട അദ്ദേഹം ആ ജനങ്ങൾക്ക് നന്മ വരുവാൻ വേണ്ടിയിട്ട്, ആ ജനങ്ങളുടെ നന്മയെ ഓർത്തിട്ട് ഒറ്റൊന്നായി ചെയ്തുകൊണ്ടിരുന്ന ആ വേദകർമ്മം
എളുപ്പമാക്കി തീർക്കുവാൻ വേണ്ടിയിട്ട് 4 വിഭജിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അത് ജനങ്ങളുടെ നന്മയ്ക്കായിട്ട് വേണ്ടിയാണ്, ജനങ്ങളെ പരിശുദ്ധമാക്കി തീർക്കും എന്ന് വേണ്ടിയിട്ടാണ് അദ്ദേഹം അപ്രകാരം ചെയ്തത്. ശ്ലോകം ഒരിക്കൽ കൂടി. ചാതുർഹോത്രം കർമ്മശുദ്ധം ജനാനാം വീക്ഷ്യ വൈദികം യജ്ഞസന്തത്യൈ വേദമേകം ചതുർവിധം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.